സമ്പത്ത് കുറഞ്ഞു ഒരുത്തൻ ആഗ്രഹിക്കാറുണ്ട്, കുറച്ച് സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സമ്പന്നന്മാർ എന്താ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദുഃഖത്തിൽ നടക്കുന്നത്? അനേക സമ്പന്നന്മാർ എന്താണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ആത്മഹത്യയിലേക്ക് കടന്നു പോകുന്നത്? മദ്യപാനാസക്തരായിട്ട് ബാറുകളിൽ ഇറങ്ങാത്ത ധനവാന്മാരെ എനിക്കറിയാം. പ്രിയപ്പെട്ട ദരിദ്രന് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞുകൊണ്ടും നിനക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. ആരോഗ്യമില്ലാത്ത നിനക്ക് ആരോഗ്യം കിട്ടുന്നത് കൊണ്ട് നിനക്ക് സമാധാനം ഉണ്ടാകത്തില്ല. കുടുംബ മഹിമകളോ കുലമഹിമകളോ ഇല്ല എന്ന് പറഞ്ഞ് തുച്ഛീകരിക്കപ്പെട്ടവനായിരിക്കാം. ഇതുള്ളവന്റെയും ഇതില്ലാത്തവന്റെയും എല്ലാവരുടെയും വിഷമങ്ങൾ ഒരുപോലെയാണ്. പ്രിയപ്പെട്ട സൗന്ദര്യമുള്ളവരുടെയും സൗന്ദര്യമില്ലാത്തവരുടെയും ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും വേദന തുല്യമാണെന്ന് നിങ്ങൾ അറിയണം. ഓരോരുത്തർക്കും അവനവന്റെ പാപ ചുമടുണ്ട്, ഓരോരുത്തർക്കും അവനവന്റേതായിരിക്കുന്ന ദുഃഖ ചുമടുണ്ട്. ഇതും ചുമ്മിക്കൊണ്ട എല്ലാവരും പോകുന്നത്. ഞാൻ എന്നെ കേൾക്കുന്നത് നിങ്ങൾ എല്ലാവരും ഈ ലോകത്തിലെ ഭാരം ചുമന്ന് 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 നിങ്ങളുടെ നടുവൊടിഞ്ഞ ജനങ്ങളാ. എന്നാൽ എന്താണ്, ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കുവാൻ നിങ്ങൾ അത്താടി അന്വേഷിക്കാറുണ്ട്, ഈ ഭാരം ഒന്ന് താട്ടി വെക്കുവാൻ ഒരു ആശയത്തെ നിങ്ങൾ അന്വേഷിക്കാറുണ്ട്. പക്ഷെ അത് കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോ മതങ്ങളും അവരുടെ മതപരമായിരിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുകയോ അതാത് മതപരമായിരിക്കുന്ന അവരുടേതായിരിക്കുന്ന ഉപദേശമായിട്ട് അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരെ അടുക്കൽ ചെന്ന് ആലോചന ചോദിക്കുകയോ ഒക്കെ ചെയ്താലും അവരൊക്കെ എന്താണ് ഓരോ മുട്ടു ന്യായങ്ങൾ നമ്മളോട് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ സമാധാനം നിങ്ങൾക്ക് ഇന്നില്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സന്തോഷം നിങ്ങൾക്ക് ഇന്നില്ല. ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ ദുഃഖ സാഗരത്തിലേക്ക് മുങ്ങിപ്പോകുകയാണ്. പ്രിയപ്പെട്ട ഈ ലോകത്തിൽ കാണുന്ന ക്രിസ്തീയ മതം ഉൾപ്പെടെ, ക്രിസ്തീയ മതത്തിൻ്റെതായിരിക്കുന്ന പാരമ്പര്യങ്ങൾ ഉൾപ്പെടെ, ക്രിസ്തീയ മതത്തിന്റെ ഉപദേശങ്ങൾ ഉൾപ്പെടെ എല്ലാം എന്താണ് വ്യർത്ഥമാണ്, നമുക്ക് പാപമോചനം നൽകി തരുന്നില്ല.